ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഈ ഡോവ് ഓർക്കിഡ് നിറച്ച് ഫ്ലവർ ആയിട്ടുണ്ട് വീണ്ടും. അപ്പോൾ ഇതിന് നമുക്ക് നിറച്ച് പ്ലാന്റ്സ് സെയിലിനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡോവ് ഓർക്കിഡിനെ കുറിച്ച് നിങ്ങൾ അറിയാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മലയാളം മാത്രമല്ല, സബ് ടൈറ്റിൽ ഞാൻ എല്ലാ ലാംഗ്വേജിലും എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മൾ ഇംഗ്ലീഷിൽ ആഡ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സബ് ടൈറ്റിൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം നമുക്ക് കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഡോവ് ഓർക്കിഡ്. അപ്പോൾ ഡോവ് ഓർക്കിഡിൻ്റെ നമുക്ക് പ്രത്യേകതകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. ഈ ഒരു പ്ലാന്റിനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇത് എങ്ങനെ നശിച്ചു പോകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു പ്ലാന്റ് നശിക്കാനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിത് കുറഞ്ഞത് ഒരെണ്ണത്തിനകത്ത് നമുക്കൊരു ഇതിൽ ഫംഗസിൻ്റെ അറ്റാക്കും വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൽ. അപ്പോൾ നമുക്ക് ഫംഗിസൈഡൊക്കെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 10 ഏകദേശം ഒരു 1 2 3 4 5 6 7 8 ഏകദേശം ഒരു 8 അടുപ്പിച്ച് ബൾബ് നിൽപ്പുണ്ട്. സോ അപ്പോൾ ഇത്രയും ബൾബ് ഒരു ചെടിച്ചട്ടിയിൽ പാടില്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു ചെടിച്ചട്ടിക്കകത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലാന്റൊക്കെ നിൽക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കൂടുതലായി കഴിഞ്ഞാൽ നമുക്കൊന്നും മാറ്റി കൊടുത്തില്ലെങ്കിൽ അവ തനിയെ ഇരുന്നിട്ട്, കാരണം അതിന് സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇരിക്കുന്ന പേരിനെ തനിയെ നശിച്ചിട്ട് ബാക്കിയുള്ളത് റെഡിയായി വരും. ചില സമയത്ത് മൊത്തത്തിൽ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ് പ്ലാന്റ് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓവർ സെൻസിറ്റീവ് അല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കുഞ്ഞ് തേങ്ങയുടെ ഒരു കുഞ്ഞ് തിരിക്കുന്ന പോലെയാണ് ഇതിൻ്റെ ആദ്യം നമുക്ക് അതിൻ്റെ ആ ഒരു അടിഭാഗം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ട് അതിനുശേഷം അവിടെ നിന്നൊരു എൻലാർജ്ഡ് പോർഷൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷമാണ് നമുക്കിതുപോലെ നമുക്കൊരു പൂ ഇങ്ങനെയായി മാറുന്നത്. ഈ പൂ ജസ്റ്റ് ഫസ്റ്റ് ഡേ വിരിഞ്ഞ പൂവാണ്. സത്യം പറഞ്ഞാൽ അതിനകത്ത് കണ്ട നമുക്കൊരു നല്ല പ്രാവിരിക്കുന്ന പോലെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയുന്നത്. നിങ്ങളൊന്ന് ഫുൾ ക്വാളിറ്റിയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇപ്പോൾ ഈ പൂവിൽ എന്തുകൊണ്ടൊരു ചെറിയ കറുപ്പ് വരുന്നതെന്ന് എനിക്കറിയില്ല. നോർമലി ആ കറുപ്പ് വരാറില്ല, ഒരു ചെറിയൊരു റോസ് കളറാണ് വരാറുള്ളത്. വേണ്ട, ആ നല്ല രസമുള്ളൊരു നല്ല ബാക്ക്ഗ്രൗണ്ട് കിട്ടും നമുക്ക്. ഇതാ ഇവിടെ ഇരിക്കുന്ന ഇവനും അതുപോലെ തന്നെയാണ്. ഇതിനാ കറുപ്പ് വന്നിട്ടില്ല കേട്ടോ. നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടി. അകത്ത് കറക്റ്റ് ഒരു പ്രാവിരിക്കും. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഡോവ് ഓർക്കിഡ് എന്നറിയപ്പെടാൻ കാരണം. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടികൾ. യാ ഇറ്റ്സ് റിയലി എ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി ഓഫ് ഗോഡ്. പിന്നെ കണ്ട് ഇതിനകത്ത് നിറച്ചിനി ഇത്രയും മാത്രമല്ല, ഇനി വളർന്ന് ഇത്രയും പൊങ്ങി വരും. അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ബ്യൂട്ടി ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് ദ ഡോവ് ഓർക്കിഡ്. അപ്പോൾ ഡോവ് ഓർക്കിഡിൻ്റെ നമുക്കിനി ബാക്കി കെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ പോട്ടിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളിന്ന് കൊറിയർ അയക്കുന്നവർക്ക് നമുക്ക് കൊറിയർ അയക്കാൻ പോകുന്ന പ്ലാൻസൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോ കാണിച്ച് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴത്തെ വീഡിയോസും കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പറയാൻ പറ്റിയൊരു പ്ലാന്റാണ് നമ്മുടെ ഞണ്ണ ഓർക്കിഡ്. ഞണ്ണ ഓർക്കിഡ് നമ്മളെ കയ്യിൽ സെയിലിനുണ്ട്. ഞണ്ണ ഓർക്കിഡ് സെയിലിനുള്ള പ്ലാന്റ് കാണിച്ചു തരാം. ഞണ്ണ ഓർക്കിഡ് ഇതാ. ഞണ്ണോർക്കിഡ് കുറേ പ്ലാന്റ്സ് ഇടയ്ക്ക് നാഗാലാൻഡിലുള്ളവരൊക്കെ വന്നപ്പോൾ മേടിച്ചോട്ട് പോയിരുന്നു. ഇത് ഞണ്ണോർക്കിഡ്, അത് ഞണ്ണോർക്കിഡ് ഇനി നമുക്ക് ഇരിപ്പുണ്ട് കുറച്ച്. അതുപോലെ ഡോവ് ഓർക്കിഡിൻ്റെ പ്ലാന്റ് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ നമുക്കിനി സെയിലിനുള്ള. അപ്പോൾ ഇതിങ്ങനെ പൂ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒച്ച് വരുന്നോന്ന് സൂക്ഷിക്കുക. ഒച്ച് വന്നു കഴിഞ്ഞാൽ മുകളിലെ ഭാഗത്ത് കൊണ്ടേക്ക് ഒടിച്ചുകൊണ്ട് പൊക്കളയും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൂക്കാറുള്ളതുകൊണ്ട് എനിക്കറിയാം. നമുക്ക് ഇടയ്ക്ക് ഒരിക്കൽ പൂത്ത സമയത്ത് എൻ്റെ കുറേ പൂവിനെ ഒരുമിച്ച് കൊണ്ടുവരും. ഏകദേശം ഇവിടെ വെച്ച് അവൻ കടിച്ച് തീർക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, രാത്രിയൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കുക. അതിൽ ഒച്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില സമയത്ത് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ കടിച്ചു കൊടുത്തിട്ട് പൊക്കളയും. അവന് പ്രാന്താണ്. സോ നിങ്ങൾ സ്നെയിൽസിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗം സ്വീകരിക്കുക. പിന്നെ ഇതിൻ്റെ വാട്ടറിങ് നമുക്ക് ഉറപ്പായിട്ട് നമ്മൾ ഡെയിലി 1 ടൈമിൽ വെള്ളം എത്തി കൊടുക്കുക. പിന്നെ ഓവർ ഭയങ്കര വെയിലുള്ള സ്ഥലത്ത് വയ്ക്കരുത്. നമ്മൾ വെച്ചിട്ടുള്ളതുപോലെ കുറേ പ്ലാന്റ്സ് തിക്കി നിറഞ്ഞിരിക്കുന്നിടത്താണ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുഴപ്പമില്ല. ഓവർ വെയിൽ എല്ലാ പ്ലാന്റ്സിനെ പോലെ തന്നെയാണ്. ഇത് സെൻസിറ്റീവായ ഇവനെ കുറച്ച് സഹിക്കാൻ പാടായിരിക്കും. പിന്നെ ഒന്നാമത് ഇത് പൂ നിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞ് രാവിലെ വൈകുന്നേരമോ ഉച്ചയ്ക്ക് എപ്പോഴും വരി വെള്ളം വീത്തി കളയുമാർ അഴുകിക്കൊണ്ട് പോകും. ഓർക്കിഡാണല്ലോ. അപ്പോൾ അതിൻ്റെ പോട്ടിങ് നമ്മൾ ആ രീതിയിലുള്ളൊരു പോട്ടിങ് ആയിരിക്കും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പോട്ടിങ്ങിലെ കാര്യമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ. ആ പോട്ടിങ്ങിനെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടിഭാഗത്ത് നമുക്ക് ചുടുകട്ടയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ, അല്ലെങ്കിൽ ഇതൊന്ന് കല്ല്, നമുക്ക് മൺകല്ലൊക്കെ ഏറ്റവും അടിഭാഗത്തിടാം. അതിന് ശേഷം നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ദിസ് മീൻസ് മറ്റേ നമ്മുടെ കത്തിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള കരിക്കട്ട, പിന്നെ നമ്മുടെ തൊണ്ടിൻ്റെ കട്ട് ചെയ്ത പീസുകൾ, പിന്നെ നമ്മൾ മടലിനെ വെട്ടിയിടുന്ന പീസ് നമുക്ക് വേണമെങ്കിൽ ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ ഉള്ളിയുടെ തോടൊക്കെ ചേർക്കാം. പിന്നെ മുട്ടത്തോട് പൊടിച്ചത് അതെല്ലാം നമുക്കിതിൽ പോട്ടിംഗ് മിശ്രിതത്തിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ മണ്ണെടുക്കരുത്. മണലും ചാണകപ്പൊടിയും നല്ല ഉണക്ക ചാണകപ്പൊടിയായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആ മിശ്രിതം എടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിൽ പോട്ടിങ്ങിൽ യൂസ് ചെയ്തിട്ടുള്ളത്. മണ്ണ് മാക്സിമം എല്ലാവരും അവോയ്ഡ് ചെയ്യാം. ഒരിക്കലും മണ്ണിൽ ഇത് നട്ട് കളയരുത്. നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ് ഒരു പരിധിവരെ മണ്ണിൽ നട്ടാൽ നിൽക്കും, പക്ഷേ ഇളക്കിയെടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഇത് മണ്ണിൽ നടരുത്. മണലിൽ നമുക്ക് മിശ്രിതം ചേർത്താണ് നടാനുള്ളത്. പിന്നെ ഈ പ്ലാന്റ് നമ്മളതിൽ അപ്പോൾ അത്യാവശ്യം നിറച്ച് ബൾക്ക് സ്റ്റോക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് തന്നെ ഏകദേശം എനിക്ക് ഈ ഒരു വീക്ക് നമുക്ക് പോയത് ഒരു 50 പുറത്ത് പ്ലാന്റ്സ് നമുക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് കുറേ ഇരിപ്പുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഫ്ലവർ കാണുമ്പോൾ തന്നെ ആൾക്കാർ ഒത്തിരി പേര് മേടിക്കാറുണ്ട്. എനിക്കിപ്പോൾ ലാസ്റ്റ് ടൈം നമുക്ക്
പാല ആ ഭാഗത്തൊക്കെ നിന്ന് ഒത്തിരി പേര് നമ്മളിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് നോർമലി എനിക്ക് ആ ഒരു സ്പേസിൽ വെച്ച് നമുക്ക് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വെച്ച് എടുക്കാതെ ഇവിടെ വെച്ച് എടുത്ത് കാണിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നിറച്ച് അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കണ്ട അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം കാണാൻ ഒരു പ്രത്യേക ലുക്കാണ്. അതിന് ടോട്ടൽ ലുക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെയാണ് ആ പ്ലാന്റിൻ്റെ ഫ്ലവർ ഇരിക്കും. ഏകദേശം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ ജസ്റ്റ് ഞാൻ കാണിച്ചത് നമുക്ക് ഞാൻ ആ പ്ലാന്റിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ഏകദേശം ഒരു ഹൈറ്റ് ഇവന്മാരെ എത്തിക്കഴിഞ്ഞു. മീൻസ് എനിക്ക് ഏകദേശം ഒരു 167-168 എൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ഒരു ഹൈറ്റ് നമ്മുടെ ഈ ഓർക്കിഡുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഓർക്കിഡ് സെയിൽ ചെയ്യാനുള്ള പ്ലാന്റുകൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ കാണിക്കുന്നത് ഇപ്പോൾ അവൈലബിൾ ആണ്. നമുക്ക് പല സമയത്ത് പല പ്ലാന്റ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് ചെറിയ പ്ലാന്റ്സ് വേണമെന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞായിരിക്കും. അതപ്പോൾ നമ്മൾ മാക്സിമം ഒരു മീഡിയം സൈസാണ് അയക്കാറുള്ളത്. കാണിച്ചു തരാം. എന്താ നട്ട് വച്ചിരിക്കുന്നതുള്ളൂ കണ്ടാ, അത്രയും വലിയ ലൈഫ് വരുന്ന വലിയ പ്ലാന്റ് തന്നെയാണ്. അതൊക്കെ കിഴങ്ങൊക്കെയുള്ള പ്ലാന്റാണ് ഇത് മാത്രമല്ല വേറെ ഇരിപ്പുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോർമലി ഇതിൻ്റെ ഇടയ്ക്ക് സെറ്റ് ചെയ്യാൻ കാരണം ഇതിനൊരു തണുത്ത അറ്റ്മോസ്ഫിയറിലാകുമ്പോൾ നല്ല രീതിയിൽ പെട്ടെന്ന് പിടിച്ച് കിട്ടും. വെയിലത്തോണ്ട് വെച്ച് നമ്മൾ പിടിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കുറേയൊക്കെ അങ്ങ് ചുളുങ്ങും. അതിൻ്റെ ട്യൂബർ കൊണ്ട് ചുളുങ്ങിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ടൈം എടുത്ത് അതിൽ വാട്ടറിൻ്റെ ഇൻഹിബിഷനൊക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നല്ല പൊടിച്ച് കിട്ടാൻ നല്ല സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അപ്പോൾ താല്പര്യമുള്ളവർ ഇത് മേടിക്കാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. നമുക്ക് ഒരിക്കലും ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ കൊടുക്കാറില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്നെടുക്കുന്നവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെയാണ് നമുക്ക് ഈ ഒരു മെയിൻ സാധനം വേണ്ടേ. എനിക്കും വലിയ ഇഷ്ടമാണ്, കൊടുക്കാൻ വലിയ ഇഷ്ടമുള്ള കാരണം ഇതിപ്പോൾ ഉള്ളപ്പോൾ ആരെങ്കിലും വീട്ടിൽ വന്ന് കയറിയാൽ തന്നെ ഒരു പ്രത്യേകം നമ്മൾ പ്രത്യേക സെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു പ്രത്യേക മണമാണ് ഇത്. ഞാൻ അത് നമ്മുടെ പാക്കിങ് ചെയ്ത് വീട് മൊത്തം കൊളാക്കി ഇട്ടിരിക്കുകയാണെങ്കിലും പക്ഷേ ഇതിൻ്റെ മണം ഉണ്ടെങ്കിൽ 100-ൽ 100 മാർക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. വല്ലാത്തൊരു മണമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു ബൾബും പറ്റുകയാണെങ്കിൽ ചേർന്ന് നമുക്ക് ചില സമയത്ത് അവൈലബിലിറ്റി പോലെ ഇരിക്കും. നിറച്ച് വലിയ ബൾബുള്ള പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ ഉള്ളുവെങ്കിൽ അത് മാത്രമേ ഞാൻ തരൂ. അല്ലാതെ എനിക്ക് കുറച്ച് ചെറിയ പ്ലാന്റ് ഒന്നും തരണമെന്നൊന്നുമില്ല. ഞാൻ മാക്സിമം വലിയ പ്ലാന്റ്സാണ് കൊടുക്കാറുള്ളത്. എല്ലാവരും കുഞ്ഞു പ്ലാന്റ്സ് കൊടുക്കും. ഞാൻ മദർ പ്ലാന്റ്സിനെ നിങ്ങളിലേക്ക് എത്തിക്കും. കാരണം നിങ്ങൾക്ക് നിറച്ച് പ്ലാന്റ്സ് വേണമല്ലോ. എന്താ വീണ്ടും എനിക്ക് ആ ഇഷ്ടപ്പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ആ പ്രാവിൻ്റെ ചിറവ് പോലെ വന്നതിന് ശേഷം അത് രണ്ടും ഇങ്ങനെ എന്താണ് ചെറുതായിട്ട് നമുക്കിങ്ങനെ ആക്കാനൊക്കെ പറ്റും. നല്ല രസമുണ്ടല്ലേ. എ ലിറ്റിൽ ഡോ ഇറ്റ്സ് ഗോയിങ് ടു ബ്രേക്ക്. ഇതിനകത്ത് ആ പ്രാവിനൊരു ചുണ്ടുണ്ട് കണ്ട. നമ്മളെ ചില ഗ്രൗണ്ട് ഓർക്കിഡ്സിൽ മറ്റേ ഓർക്കിഡ്സുകളിൽ നമുക്ക് അതിൽ വേറൊരു ഇതാണ് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളാണ് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു ഇതാണ്. പക്ഷേ ഇതിലും ചെറിയൊരു നമുക്ക് എന്തൊക്കെ ഒരു ഫിഗർ വേണമെങ്കിൽ നോക്കാം. താറാവാണോ അത്? ഐ ഡോണ്ട് നോ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ബ്യൂട്ടിയാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ ഇതാണ് ഇതിനെ. സോ ദിസ് ഈസ് കോൾഡ് ദി ഡോ ഓർക്കിഡ്. പിന്നെ നമുക്ക് ഡോ ഓർക്കിഡ് പീജിയൻ ഓർക്കിഡ് ഉണ്ട്. അത് കാണാൻ ഏകദേശം നമ്മുടെ പീജിയൻ ഡോ സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷേ പീജിയൻ ഓർക്കിഡ് വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അത് 1 ഡേ ഫ്ലവറാണ്. ഇത് 1 ഡേ ഫ്ലവറല്ല. ഇത്രയും പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു മാസം അടുപ്പിച്ച് നമുക്കിൻ്റെ ഫ്ലവേഴ്സ് കിട്ടും. കാണാൻ ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. ഇങ്ങനെ വിരിഞ്ഞ് ഇതുപോലെ ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും വിരിഞ്ഞ് കുറച്ച് പൊങ്ങും. ഏകദേശം ഇതുവരെ ഇനി വിരിയും. ഇതിൽ കൂടുതൽ ഇനി വിരിയില്ല. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ മെയിൻ മദർ പ്ലാന്റ് ആണ്. ഇത് മാത്രമല്ല, എനിക്ക് ഒരു മെയിൻ മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നശിച്ചിട്ട് ആ പുതിയ ലീഫുകളൊക്കെ വന്ന് അടുത്ത് റീഗെയിൻ ചെയ്യുകയാണ് ഗ്രോത്ത്. സോ ഇതിനെ എനിക്കൊന്ന് റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ റീപ്പോർട്ട് ചെയ്യാൻ അതൊരു വലിയ പരിപാടിയാണ്. അപ്പോൾ നമുക്കിത് മാത്രമല്ല, നമുക്ക് ഒത്തിരി വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ്സ് ആണ്. നമ്മുടെ അത് ഇളവി കിടപ്പുണ്ട്. ഇതിൻ്റെ പേര് നമ്മുടെ വേറെ ടൈപ്പ് ഓർക്കിഡ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പീജിയൻ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ പീജിയൻ ഓർക്കിഡ്. പിന്നെ നമ്മളെ വേറൊരു ഇങ്ങനെ താന്ന് വരുന്ന വേറൊരു ടൈപ്പ് ഓർക്കിഡുണ്ട്. ഇതൊക്കെ നമ്മളതിൽ കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ സെയിലിന്. പിന്നെ ഓരോ പ്ലാൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഡോ ഓർക്കിഡ് ആവശ്യമുള്ള ഒരു കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9809806874 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പോൾ ദിസ് ഈസ് ദ ഡോ ഓർക്കിഡ് താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ ഓർഡർ ചെയ്യുക. നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക. 9809 എന്ന് പറഞ്ഞാൽ ഈ നമ്പറിൽ ജസ്റ്റ് ഡോ ഓർക്കിഡ് എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും നമ്മളെ കാറ്റലോഗ് മൊത്തത്തിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഓൾ ഇന്ത്യ ലെവലിൽ കൊറിയറുണ്ട്. ഐ തിങ്ക് ഇത് ആസാം, ഞാൻ ഹിമാചലും ആ ഒരു റീജിയനിൽ മാത്രം അയച്ചിട്ടില്ല. ബാക്കി കേരളത്തിൽ നമുക്ക് ഇന്ത്യയിൽ ഏകദേശമുള്ള പ്ലേസിൽ അയച്ചിട്ടുണ്ട്. പുറത്തും അയച്ചിട്ടുണ്ട്. പുറത്ത് നമ്മൾ ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് രീതിയിലാണ് നമ്മൾ അയക്കാറുള്ളത് പുറത്ത്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സെയിൽ നടക്കാറുള്ളത്. ഓണത്തിന് ഒത്തിരി സെയിൽ ഉണ്ടായിരുന്നു. ഹാപ്പി ഓണം ടു യു ഓൾ. താങ്ക് യു വെരി മച്ച്. ദിസ് ഇസ് അരുൺ ആൻഡ് അവർ ടീം ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.